താരസംഘടനയായ അമ്മയിലെ നാടകീയമായ കൂട്ടരാജിക്ക് പിന്നാലെ അമ്മയുടെ അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് നടി ലക്ഷ്മിപ്രിയ. അമ്മയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ വൈകാരികമായ കുറിപ്പ് പങ്കുവച്ചായിരുന്നു രാജി പ്രഖ്യാപനം. തനിക്ക് അമ്മയുടെ പെൻഷനും ഇൻഷുറൻസും റീത്തും അനുശോചനവും വേണ്ടെന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു. തൻ്റെ രാജി മുതിർന്ന അംഗമായ ശ്രീമതി കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്ക് സമർപ്പിക്കുന്നുവെന്നും ഇവരെല്ലാം ജീവിച്ചിരിക്കുമ്പോഴാണ് താൻ മരിക്കുന്നതെങ്കിൽ തൻ്റെ ശവം കാണാൻ പോലും ആരും വരരുതെന്നും അവർ സന്ദേശത്തിൽ പറയുന്നു. തന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്, ബാക്കിയുള്ളവർ ഈ പടി കടന്നു വരരുതെന്നും നടി പറയുന്നു. ഞാൻ അമ്മ സംഘടനയിലെ അംഗത്വം തന്നെ രാജിവെച്ചിരിക്കുന്നു. എൻ്റെ രാജി മുതിർന്ന അംഗമായ ശ്രീമതി കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്ക് സമർപ്പിക്കുന്നു. ഒരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എൻ്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുത്. 60 വയസ്സുവരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിച്ചേക്കാവുന്ന പെൻഷൻ എനിക്ക് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം ഒട്ടുമേ വേണ്ട. എന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്, ബാക്കിയുള്ളവർ ഈ പടി കടന്നു വരരുത്. നന്ദി. രാജിക്കത്തിൽ ലക്ഷ്മിപ്രിയ പറയുന്നു. നേരത്തെ മുൻ ഭരണസമിതിക്കെതിരെയും അമ്മയിലെ ഒരു വിഭാഗത്തിനെതിരെയും കടുത്ത ആരോപണങ്ങളുമായി വൈസ് പ്രസിഡന്റായിരുന്ന ലക്ഷ്മിപ്രിയ രംഗത്ത് വന്നിരുന്നു. ശ്വേതാ മേനോന്റെ രാജിപ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെയാണ് താനും സംഘടനയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുകയാണെന്ന് ലക്ഷ്മിപ്രിയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് മാത്രമാണ് പലരും വിശ്വസിക്കുന്നതെന്നും സംഘടനയിൽ തങ്ങൾ വേട്ടയാടപ്പെടുകയായിരുന്നുവെന്നും അവർ ആരോപിച്ചു. വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ തങ്ങളുടെ ഭരണസമിതി സമർപ്പിച്ച കണക്കുകളെ ചൊല്ലി മുൻ ഭാരവാഹികളായ ബാബുരാജ്, സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് ലക്ഷ്മിപ്രിയയുടെ ഈ വൈകാരികവും എന്നാൽ തീക്ഷ്ണവുമായ പ്രതികരണം. ഞാൻ എൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കുകയാണ്. ഇവിടെ ഒരു ഭാഗം പറയുന്ന നറേഷൻ മാത്രമാണ് എല്ലാവർക്കും വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി അധികാരത്തിലേറിയ ഈ കമ്മിറ്റിയുടെ ഇന്നലെ വരെയുള്ള എല്ലാ ബില്ലുകളും കൃത്യമായി കയ്യിലുണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും. അതിൽ യാതൊരു കള്ളത്തരവുമില്ല. ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ്. ഞങ്ങൾക്ക് ഇത്തവണത്തെ റിപ്പോർട്ട് ബുക്ക് സമയത്തിന് പുറത്തേക്ക് വിടാൻ പറ്റാതിരുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ റിപ്പോർട്ടുകൾ പൂർണ്ണമാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കഴിഞ്ഞ ഭരണസമിതിക്കാണ്, അല്ലാതെ ഞങ്ങൾക്കല്ല എന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്.